ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹനാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് ഒരു മുട്ട മാത്രം യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ഒരു വലിയ സവാള, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എരിവിന് ആവശ്യമായിട്ട് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 പൊട്ടാറ്റോ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തതാണിത്. അതിനെ നമുക്ക് മാഷ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ പൊട്ടാറ്റോയെ ഞാൻ നല്ല ഫോർക്ക് വെച്ചിട്ട് ഉടച്ച് വെച്ചിന്. ഇനി അതിലേക്ക് നാം അരിഞ്ഞു മാറ്റിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒണിയന്, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, ഒരു കോഴിമുട്ട പുഴുങ്ങി വെച്ചതാണ്, അതിനെ ഞാൻ ഗ്രേറ്റ് ചെയ്തിന്, എന്നിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഉണ്ടാക്കാം. ഞാനിവിടെ കട്ട്ലറ്റിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ ഇതാ ഞാൻ ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തിന്. ഇനി ഇതിലേക്ക് നമുക്കൊരു കോട്ടിംഗ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിന്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളമൊഴിച്ച് കലക്കിയെടുക്കുക. നല്ലോണം ടൈറ്റായിട്ട് വേണ്ട, കുറച്ച് ലൂസായിട്ട് തന്നെ നിന്നോട്ടെ. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി ഞാനിവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടെ എടുത്തേനെ. ഇനി നമുക്ക് ഓരോന്നിനെയും ആദ്യം ഈ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ കലക്കി വെച്ച അതിലെ കോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ബ്രെഡ് പൗഡർ കൊണ്ടൊന്നുകൂടെ കോട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്ത് വെച്ചിന്. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിന്. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് കുക്കായാൽ നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും ഈ ഒരു കളറായി വന്നാൽ നമുക്കതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റായിട്ടത് കഴിക്കാൻ, ഉണ്ടാക്കാനും നല്ല സിമ്പിളല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു, ബൈ ബൈ.